ആയിട്ടുണ്ട്. ടേബിള് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇതില്. ടേബിൾ അപ്ഡേറ്റ് ആയോ? യെസ്. ഓക്കെ നോക്കട്ടെ. സോ ഗൈസ് പോയിന്റ് ടേബിൾ നമുക്ക് നോക്കാം. ആൻഡ് സെമി ഫൈനൽസ്. സോ ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുന്ന ആദ്യത്തെ ടീം വിത്ത് 93 points, Black Squad from KVA qualified for the finals of Rampage tournament. Black Squad ആണ് 93 പോയിന്റ് എടുത്ത് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്. ആൻഡ് തൊട്ട് താഴെ KVAയുടെ മെയിൻ ലൈനപ്പ് വിത്ത് 70 points അവരും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ TGA വിത്ത് 53 പോയിന്റ് ആണ് TG എടുത്തിരിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് സ്ക്വാഡും KVAയും TGAയും ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നു. നല്ലൊരു കൈയടി. ആൻഡ് അടുത്തതായിട്ട് തന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് ടോക്കിയോ എന്ന ടീമിനോട് 25 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു സെമി ഫൈനൽസിൽ അവർ അവരുടെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ടോക്കിയോ. താങ്ക് യു. ആൻഡ് അടുത്തതായിട്ട് TBS ആണ്. ഗ്രൂപ്പ് സ്റ്റേജസിൽ ടോപ്പ് 1 വന്ന് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയ ഒരു ടീമാണ്. പക്ഷെ അവർക്ക് ഇന്ന് എന്തോ ഒരു ബാഡ് ഡേ ആയി പോയി. അവർ 21 പോയിന്റ് മാത്രമേ അവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നന്നായിട്ട് കളിച്ചു. നല്ല TBS ഒക്കെ ഈ ഒരു ലെവലിലേക്ക് ഇംപ്രൂവ് ആയി എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ TBS. താങ്ക് യു. ആൻഡ് RMDX TPA അടുത്തൊരു ലൈനപ്പ് 15 പോയിന്റ്. അവരവരുടെ ഇതിനകത്തുനിന്ന് തേർഡ് ലൈനപ്പ് ആയിട്ട് വന്നിട്ട് പോലും അവര് അവിടെ നിന്ന് തിരിച്ചു കയറി പോയിന്റ് പിടിച്ച് സെമി ഫൈനൽ വരെ കളിക്കാൻ വന്നൊരു ടീമാണ് TPAയുടെ. അവരും 15 പോയിന്റ് സെമി ഫൈനൽസിൽ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ TPA. താങ്ക് യു. ആൻഡ് അടുത്തത് നോക്കുകയാണെങ്കിൽ CSK ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിഫയേഴ്സ് കളിച്ച് വന്നൊരു ടീമായിരുന്നു. ആൻഡ് അവർക്കും ഇന്ന് 10 പോയിന്റ്സ് മാത്രമേ സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് CSK and thank you so much for the participation. Thank you so much. ആൻഡ് അടുത്തൊരു ടീം എന്ന് പറഞ്ഞാൽ RZ7ന്റെ മൂന്നാമത്തെ ലൈനപ്പാണ്. RZ7X അറബിയാണ്. ആൻഡ് അവർക്ക് നോക്കുവാണെങ്കിൽ 8 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ RZ7 ഒരു ബാഡ് ഡേ ആയിരുന്നു എന്ന് പറയണം. അപ്പോൾ RZ7X അറബി താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഇവർക്ക് വേറെ ലൈനപ്പ് ഉണ്ട്. ഇവരുടെ വേറെ 2 ലൈനപ്പും കളിക്കുന്നുണ്ട്. ഒരു ലൈനപ്പ് ഇപ്പം അടുത്തൊരു ലീഗിൽ ക്വാളിഫൈ ആവുമെന്ന് തോന്നുന്നു. സോ അപ്പം RZ7ന്റെ ഈ ഒരു ലൈനപ്പിനും പാർട്ടിസിപ്പേഷൻ ഒരുപാട് താങ്ക് യു സോ മച്ച്. ഷെയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടൂർണമെന്റ് നമ്മൾ നടത്തിയപ്പോഴും വന്ന് കളിച്ചതിന് താങ്ക് യു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് RZ7X അറബി. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഗൈസ്. താങ്ക് യു. സോ ടോപ്പ് ഈ ഒരു സെമിയിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ BS ക്യൂബനാണ്. ഏറ്റവും കൂടുതൽ അല്ല സെമിയിലായിട്ട് അങ്ങനെ പറ്റൂലല്ലേ. S1 S2 ഉള്ളല്ലേ. ഓൾ ഗ്രൂപ്പ്സ് അല്ല സെമിയിൽ ഇത് S1 S2 അല്ലേ. സെമി 1 സെമി 2 ഉള്ളതില്ലല്ലോടാ. ഓക്കെ അപ്പം ഓൾ ഗ്രൂപ്പ്സ് നോക്കുവാണെങ്കിൽ സ്റ്റിൽ ക്യൂബൻ അല്ല ഓൾ ഗ്രൂപ്പ്സ് സെമി ഫൈനൽ അല്ല സെമി ഫൈനൽസ് ചെയ്തിട്ട് ഓൾ ഗ്രൂപ്പ് അടിച്ചാൽ ശരി സെമി ഫൈനലിലോട്ട് ഓൾ ഗ്രൂപ്പ്സ് അടിച്ചാൽ മതി അല്ലേ. ക്യൂബൻ ആണ് സെമി ഫൈനൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത്. 11 കില്ല് എടുത്തിട്ടുണ്ട്. ആൻഡ് സ്പൈഡി നോക്കുവാണെങ്കിൽ 10 കില്ല്. TJ സുരേഷ് 9, KVA ബഷീറ 9, BS വിംബി 8, KVA ഹോക്കി 8, CM 7, KVA സിദ്ധു 7, KVA റാഫ് 7, ഷെയ്ഖ് മുഹമ്മദ് 7, KVA അൾട്രോൺ 7, BS MJ 7. KVA പ്ലേയേഴ്സിന്റെ ഒരു ഡോമിനേഷൻ ആണ് നമ്മൾ ഈ സെമി ഫൈനൽ ലിസ്റ്റിൽ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം KVA. ആൻഡ് അടുത്ത മാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമുക്ക് നോക്കുക. ലോബി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 40 ക്രിയേറ്റ് ആക്കിക്കണോ? 40 ഓക്കെ കുറച്ച് നേരത്തെ തീർന്നു അല്ലേ? അതെ ഇന്ന് പടപടോടെയും തീർന്നു. സമയം എന്തായി? 12:44. അതെന്താ ഇത്ര പെട്ടെന്ന് തീർന്നേ? നേരത്തെ തീർന്നില്ലേ? കഴിഞ്ഞ കളി പിന്നെ അത് മാത്രല്ല നമ്മ 8:30 തുടങ്ങിയാലും 8:45 ഗെയിം സ്റ്റാർട്ട് ചെയ്യാറ്. എപ്പോഴാണ് ലോബി സ്റ്റാർട്ട് ചെയ്തത്? എത്ര മണിക്കാ?
40. അപ്പൊ 50, 12, 50 മാച്ച് തുടങ്ങുന്നതായിരിക്കും ഗൈസ്. ഒരു സെക്കൻഡ് ഞാനോ എന്തോടെ ഈഗിൾ എന്തിനു പറഞ്ഞിട്ട് പോയത്? ഇതെന്താ കാസ്ട്രോ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സ്പാം. അതൊരു മെഡിക്കൽ എമർജൻസി. ഈകള് പറഞ്ഞിട്ട് പോയത് നീ ഒരു ഊമ്പനാന്ന്. ലാസ്റ്റ് സ്റ്റോറി ഫ്രണ്ടിന്റെ മദറാണ്. ഫ്രണ്ടിന്റെ മദറാണ്. അതിന്റെ ഒരു ഇതാണ് ഗൈസ്. പൈസ കുറച്ച് ആവശ്യമുണ്ട് ഹെൽത്തിന്റെ ഒരു ഇതായിട്ടാണ്. സോ ഞാൻ അതങ്ങ് ഇഗ്നോർ ചെയ്തോണ്ടില്ലേ, അതേപോലെ അവൻ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പോയൊന്നുമില്ല. നീ ആ പുറത്തെ കൗച്ചിലാണോ ഉറങ്ങുന്നത്? അല്ല, അത് ഇടയ്ക്ക് ചില സമയത്ത് ചില സാങ്കേതിക സമയത്തൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെ അറിയണോളിയാ. കാസ്ട്രോടെ എത്തിയിട്ടുണ്ട്. കാസ്ട്രോടെ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ടിന്റെ മദറാണ് ഗൈസ്. പറ്റുന്നവരെല്ലാരും ഹെൽപ്പ് ചെയ്യടാ. അതെ, പറ്റുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാ. സോ എന്തായാലും KBയുടെ 2 ലൈനപ്പും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഫൈനൽസിൽ. സോ നോക്കുകയാണെങ്കിൽ സെമി ഫൈനലിലും അവർക്ക് ഒരേ ഗ്രൂപ്പിൽ തന്നെ കളിക്കേണ്ടി വന്നു. ഇനി ഫൈനൽസിലും ഒരേ ക്വാളിഫൈ. BS, KVA, TGA. CSK ഈ മാച്ച് നടക്കാൻ പോകുന്നുള്ളൂ. എത്ര പോയിന്റ് വേണം അവർക്ക് ക്വാളിഫൈ ആവാൻ? നല്ല പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. 20 സംതിങ് എന്തോ വേണം. തേർഡ് ആയിട്ട് നമ്മൾ അടിക്കത്തില്ലടാ. നാളെ വാച്ചിന്റെ വള്ളി ടീം ഉണ്ടല്ലോടാ. നാളെ 2 ടീമുണ്ട്. തലവെട്ടുണ്ട്, താക്കോട് വാവയുണ്ട്. എല്ലാരും വന്നോ? എല്ലാരും വന്നു. 2 പേര് മറ്റേ UK ഇല്ല. കറക്റ്റ് 78 പേര് വന്നു. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹിയർ വി ഗോ. 3, 2, 1 സ്റ്റാർട്ട്. ലാസ്റ്റ് സെക്കൻഡ് ഞാൻ എടുക്കറി. സോ ഈഗിൾ എക്സ് എക്സാൻഡിസ് റാംപേജ് GT5 PvP ടൂർണമെന്റിന്റെ സെമി ഫൈനൽ ഡേ 1ന്റെ ലാസ്റ്റ് മാച്ച് ആണ് ഇന്നിവിടെ. അതേപോലെ വെരി ക്രൂഷ്യൽ മാച്ച് ഫോർ TVA x CSK. അതുപോലെ തന്നെ ആർക്കായിരുന്നു? ഒരാളൂടെ ഉണ്ടല്ലോ, VHനും TVA x CSKക്കും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മാച്ചാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇത് പോകുന്നതെന്ന്. ആൻഡ് ഹിയർ വി ഗോ. ഞാൻ കമന്ററി ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു MRC ഗോകുവിനെ. സോ നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് ഇറ്റാലിയ, RC7, ചോട്ട മുംബൈ ഇവരെല്ലാവരും ഒരു 40 റേഞ്ച് ആ ഒരു പോയിന്റ് ടേബിളാണ് നിൽക്കുന്നത്. സോ ഇനി BHനും TVക്കും കയറണമെന്നുണ്ടെങ്കിൽ ഇവരെ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെ കാട്ടി നല്ല പോയിന്റോടെ തന്നെ കയറിയാൽ മാത്രമേ ഈ ഒരു ഫൈനൽ എന്നുള്ള ഒരു ലിസ്റ്റിലോട്ട് പേര് വരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ലൊരു ഡോമിനേറ്റഡ് ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അതിനുള്ള കഴിവുള്ള ടീംസാണ് ഈ ഒരു ലോബിയിലുള്ളത്. ഒരു ടഫ് ലോബി തന്നെയാണ് ഇത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം എങ്ങനെ ഈ ഒരു ഫൈനൽസിലോട്ട് കയറാനായിട്ട് ഈ ഒരു ടീം എന്തൊക്കെ ചെയ്യുമെന്ന്. കാസ്ട്രോയുടെ സ്റ്റോറി ഞാൻ കണ്ടായിരുന്നു. കാസ്ട്രോയുടെ സ്റ്റോറി കണ്ടു. എനിക്ക് കാസ്ട്രോയുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഒരു ചാരിറ്റി ഫണ്ട് റൈസിങ്ങിന്. അപ്പോൾ ആ ഒരു അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു ഹെൽപ്പ്. ആൻഡ് ഇവിടെ VH ഇവിടെ ഒരു സേഫ് പൊസിഷൻ. TVA vs CSK അവിടെ VHന്റെ അടുത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗണ്ണ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഗണ്ണ് കിട്ടിയിട്ടില്ല. ഓക്കെ, TVA vs VH ഒരു ഇനിഷ്യലി നടക്കാൻ പോകുന്നു തോന്നുന്നു. ആൻഡ് TVയുടെ പ്ലേയേഴ്സ് അവിടെ പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓപ്പണിലാണ് അവർ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. OGയും അവിടെ തന്നെ ഉണ്ട്. എല്ലാ ടീമും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം. TVA vs മോബി അവിടെ OGയിലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. അഭിമന്യുവിനെ അവിടെ OGയിലെ ഒരു പ്ലെയറിനെ ആദ്യം തന്നെ മോബി അവിടെ നോക്കാക്കുന്നു. മോബി അവിടെ ഫിനിഷ് ചെയ്തു. കിൽ പോയിന്റ് സെക്യൂർ ചെയ്യിക്കുന്നു. TVA നല്ല സ്പ്ലിറ്റ് ആണ്. ആൻഡ് VHും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഡ്രോപ്പ് ഫൈറ്റ്. OG വേഴ്സസ് TVA വേഴ്സസ് VH. 3 ടീമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ആൻഡ് അവിടെ CMലെ പ്ലെയറിനെ നോക്കാക്കുന്നു. KTD വേഴ്സസ് CMലെ ഒരു പ്ലെയർ അവിടെ നോക്കായി പോകുന്നു. CMനും അവിടെ ഒരു ഇനിഷ്യൽ ഫൈറ്റ് വരുന്നു. CM വേഴ്സസ് KTD. പക്ഷേ KTDയിലെ ഒരു പ്ലെയർ മാത്രമേ അവിടെ ഉള്ളൂ. നോക്കാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.
ആൻഡ് KTDയിലെ ഒരു പ്ലെയർ KTDയിലെ ഒരു പ്ലെയർ നോക്കായി ഫിനിഷായി പോകുന്നു. ഓ നോക്കുകയാണെങ്കിൽ എല്ലാരും ഒരു പോയിന്റ് ടേബിൾ കയറാൻ വേണ്ടി KTDയിലെ 2 പ്ലേയേഴ്സിനെ നോക്കാക്കുന്നു CM അവിടെ. എന്തായാലും എല്ലാരും പോയിന്റിന് വേണ്ടി തന്നെ എല്ലാരും ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങി ഫൈറ്റ് എടുക്കാനുള്ള ഒരു കോൾ ഔട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഇപ്പോ KTD വേഴ്സസ് CM ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ പാളിയ അവസ്ഥയിലാണ് രണ്ടിനെയും നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ KTD വേഴ്സസ് തിരിച്ച് നല്ലൊരു നോക്ക് KTD. CMന്റെ ഒരു പ്ലെയറും കൂടെ വൈപ്പ് പോകുന്നു. CMന് ഒരു ക്രൂഷ്യൽ മാച്ചാണിത്. CMന് അത്യാവശ്യം കാഷ്വാലിറ്റീസ് വീഴുന്നു. CMന്റെ 2 പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. CM പിറകെ വരുന്നുണ്ട്. അവിടെ റിവൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പണിയായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. KTD വേഴ്സസ് CM ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു നോക്കിടുന്നു CMല് ഒരു പ്ലെയർ അവിടെ. അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നു. KTDയിലെ 2 പ്ലെയർ, ഒരു പ്ലെയർ കൂടെ ബാക്കിയുള്ളതെന്ന് തോന്നുന്നു KTDക്ക്. CM അത്യാവശ്യം കില്ല് അവിടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. CM അവിടെ കില്ല് സെക്യൂർ ചെയ്യുന്നു. കാറ്റാടിയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. ഇനി നോക്കുകയാണെങ്കിൽ CM ഇപ്പൊ തന്നെ അവിടെ രണ്ട് കില്ലാണ് അവിടെ കൺഫേം ചെയ്തിരിക്കുന്നത്. അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. 6 കില്ല് എടുത്തിട്ടുണ്ട് CM അവിടെ. കാറ്റാടി KTD അവിടെ. KTDയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. CM അടുത്തൊരു കില്ലൂടെ സെക്യൂർ ചെയ്യുന്നു. 7ാമത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നു CM. ആൻഡ് ഒരു പ്ലെയറോടെ മാത്രം KTDക്ക് ബാക്കി. KTD അവിടെ ഒരു പ്ലെയറിനെ കൂടെ നോക്കാക്കുന്നു. KTDയിലെ പ്ലെയറിനെ CM 8 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. CM അവിടെ. CMനും ഒരു ക്രൂഷ്യൽ മാച്ചാണ്. സോ നോക്കുവാണെങ്കിൽ KTDയിൽ ഇനി എത്ര പ്ലേയേഴ്സ് ബാക്കിയുണ്ട്? KTDയിലെ ബാക്കി 2 പ്ലേയേഴ്സും അവരിവിടുന്ന് മാറിപ്പോയിരിക്കുന്നു. 2 പേര് അവിടെ ഇല്ല. ഇവിടെ TVA ഇവിടെ അൺനോൺ വേഴ്സസ് RZ7 നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ അൺനോൺ വേഴ്സസ് RZ7. ഇവിടെ നോക്കുവാണെങ്കിൽ TVA വേഴ്സസ് OG അവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്. മെസ്ബോയ് അവിടെ നോക്കാനുള്ള ചാൻസ്. മോബി അവിടെ മേളിൽ കയറി ചെല്ലുന്നു. മോബി അവിടെ നോക്കിടാൻ പറ്റുമോ? മോബി ഒരു നോക്കിട്ടു. ഒരു നോക്ക് മോബി ഇടുന്നു. OGയുടെ ഒരു പ്ലെയറിനെ കൂടെ അവിടെ നോക്കാക്കുന്നു. ആൻഡ് സഹദേവനെ നോക്കാക്കുന്നു. ആൻഡ് OGയിലെ ഭീമൻ ഇപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന് കവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. TVA സെക്യൂറിംഗ് അനദർ 2 more kills for TVA. CSKക്ക് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്. നമുക്ക് നോക്കാം അവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അടുത്തൊരു ബിൽഡിംഗിലേക്ക് അവർക്ക് കയറണം. റഷ് ചെയ്ത് കയറുവാണ്. ഓക്സി അവിടെ കയറി പോകുന്നു ഭീമനെ അടിക്കാൻ വേണ്ടിയിട്ട്. OGയുടെ ഭീമൻ മാത്രം അവിടെ. ഭീമൻ W 4 പേരോട് ഒരുമിച്ച് ഭീമനെ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു നോക്ക് അവിടെ ഇടാൻ പറ്റുമോ ഇല്ലെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഭീമൻ വേഴ്സസ് TVA. CSK മോബി അടുത്തൊരു നോക്കിടുന്നു. ഭീമൻ Wനെ നോബി അവിടെ നോക്കാക്കി ഫിനിഷ് ചെയ്യുന്നു. ഇനി അടുത്ത പാഞ്ചാലി W ആണ് OGക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. OGയിൽ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ. OGയുടെ 4 പ്ലേയേഴ്സ് ഉണ്ട്. 4 പ്ലേയേഴ്സും പുറത്താണ്. അവരങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 5 പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ OGയുടെ ഒരു പ്ലെയർ ഇവിടെയും ഒരു പ്ലെയർ ഇവിടെയും സ്പ്ലിറ്റ് അപ്പ് ആയിരിക്കുന്നു. പക്ഷെ ആ സെയിം സമയത്ത് TVയുടെ പ്ലേയേഴ്സ് സ്പ്ലിറ്റ് ആണ്. TVയുടെ ഒരു പ്ലെയർ OG മദാരെ നോക്കാക്കിയിടുന്നു. മദാരെ ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മദാരെ ഫിനിഷ് ആക്കി. അവിടെ OGയുടെ പ്ലെയർ ഫിനിഷ് ആക്കി. മദാരെ TVക്ക് ഒരു ഡിസഡ്വാൻറ്റേജ്. മദാരെ അവിടെ സെക്കൻഡും സ്റ്റാലിനും മാത്രം അവിടെ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ഇവിടെ OGയുടെ ഒരു പ്ലെയർ ഒറ്റയ്ക്കായിട്ടുണ്ട്. ആ ഒരു കോൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മദാര അവിടെ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. അതേപോലെ ടാഗ് കയറുന്നുണ്ട് നമ്മുടെ OGയിലെ ദുഷസന Wന് ടാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ TVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് കുറച്ച് ദൂരത്താണ്. അവർ ഇവരുടെ അടുത്തോട്ട് വന്ന് ഫൈറ്റ് എടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. VH കറക്റ്റ് സമയത്ത് TV അടിക്കാൻ വേണ്ടി വരുന്നു. TVA വേഴ്സസ് VH. സോ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ടേബിളിൽ കയറണമെങ്കിൽ VHനും TVക്കും നല്ലപോലെ തന്നെ പോയിന്റ് വേണം. സോ അതുകൊണ്ട് തന്നെ VHും ആ ഒരു ഫൈറ്റ് എടുക്കാൻ വരുന്നുണ്ട്. TVA വേഴ്സസ് VH ഒരു ഫൈറ്റ് ആണ്. ഒരു 9v10 ഫൈറ്റ് എടുത്താലേ പറ്റത്തുള്ളൂ. VHന്റെ 10 പ്ലേയേഴ്സിനെതിരെ TVക്ക് ഒരു 9 vs 10 ഫൈറ്റ് എടുക്കണം.
ഓ ദുശാസന നോക്കായി, തുരുമ്പ് നോക്കാക്കി ഫിനിഷ് ചെയ്യുന്നു ദുശാസനെ. VH അവിടെ വന്നിരിക്കുന്നു. TVA വേഴ്സസ് VH നടക്കാനുള്ള ചാൻസ്. ഈ ഒരു ക്ലോസ് കോമ്പാക്റ്റിൽ ഈ ഒരു ഏരിയയിൽ വലുതായിട്ട് ഫൈറ്റ് ചെയ്യാനും സ്ഥലങ്ങളില്ല. സോ ഓ സ്റ്റാലിനും സെക്കനും അവിടെ പെട്ടുപോയിട്ടുണ്ട്. സ്റ്റാലിനും സെക്കനും പെടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. TVക്ക് ഒരു ബാക്കപ്പ് വന്നില്ലെങ്കിൽ സ്റ്റാലിന് അവിടെ നോക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, TV അവിടെ വന്നിരിക്കുന്നു. സെക്കൻഡ് ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത്. CSKയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആണ് VHനും CSKക്കും. ഇതിലാരാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അതുപോലെ തന്നെ CMനെയും അവർക്ക് ഇതാക്കണം. സെക്കൻഡ് അവിടെ ഒറ്റയ്ക്കായി പോയി. സെക്കൻഡ് അവിടെ നോക്കാക്കുന്നു. 8 സെക്കൻഡ് അവിടെ നോക്കായിട്ടില്ല. ഓ നല്ലൊരു കവർ ഫയർ. ഓട്ട്പിസ് അവിടെ നല്ല ടാക്ക് കൊടുക്കുന്നു. സെക്കൻഡ് നോക്കാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബാലൻ സെക്കൻഡ് അവിടെ നോക്കാവും. നോക്കായോ? സെക്കൻഡ് നോക്കായിട്ടില്ല. ഇതുവരെ നോക്കായില്ല. ബാലൻ ഒറ്റയ്ക്കായിട്ടുണ്ട്. വീണ്ടും ബാലൻ ഒറ്റയ്ക്ക്. ബാലൻ വേഴ്സസ് TVA വേഴ്സസ് VH. ഓ VHലെ ഫാൽക്കണ് നല്ല ടാഗ് കൊടുക്കുന്നു. നല്ല ടാഗ് ഫാൽക്കണ് നോക്കാക്കുന്നു. ബാലൻ കെ നായർ അവിടെ ഫാൽക്കണെ നോക്കാക്കുന്നു. ഫസ്റ്റ് പിക്ക് TV എടുത്തിരിക്കുന്നു. TVA വേഴ്സസ് VH ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആണ്. ബാലൻ അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ആൻഡ് അവിടെ ഏബൽ നോക്കാവുന്നു. ഏബൽ അവിടെ നോക്കായി. ഇൻസ്റ്റന്റ് ഏബലിന് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ബാലൻ അവിടെ നോക്കായി. ബാലൻ അവിടെ റിവൈവ് ചെയ്തോണ്ടിരിക്കുന്നു. ആഷ് അവിടെ നോക്കാക്കുന്നു. അലക്സ് അവിടെ ഷിബു സുൽത്താനെ നോക്കാക്കുന്നു. ഷിബു സുൽത്താനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു അലക്സ്. ഒരു 8v8 ആണോ? 8v8 ആണെന്ന് തോന്നുന്നു. അല്ല 9v8 ആണെന്ന് തോന്നുന്നു. റഷ്യൻ സ്പീഡോ അനങ്ങാതെ നിൽക്കുന്നുണ്ട് അവിടെ. റഷ്യൻ സ്പീഡോയ്ക്ക് നല്ലൊരു ഫൈറ്റ് വരാനുള്ള ചാൻസ്. ഓ നല്ല ടാക്ക് റഷ്യൻ സ്പീഡോയ്ക്ക് കൊടുക്കുന്നു. റഷ്യൻ സ്പീഡോ നോക്കായിട്ടില്ല. ഒരു HP റഷ്യൻ സ്പീഡോ സർവൈവ് ആവുന്നു. TVA വേഴ്സസ് PH നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് VH അവിടെ ട്രാപ്പായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. VHന്റെ ഒരു കംബാക്ക് ഉണ്ടാകുമോ അതോ TVയെ കയറി അടിക്കുമോ എന്നുള്ള കാര്യം. ഏബൽ അവിടെ ഒറ്റയ്ക്ക് അവിടെ ഒരു മ്യൂട്ടന്റിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കളയുന്നു. അവിടെ അടുത്തൊരു നോക്ക്. ഏബൽ അവിടെ ഒരു നോക്ക് ഇടുന്നു. ഏബൽ 2 പേര് കൂടെ മാത്രം ബാക്കി. VHല് 2 പ്ലേയേഴ്സ് ആണോ ബാക്കിയുള്ളത്? 3 പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു VHന് ബാക്കിയുള്ളത്. ഏബൽ അടുത്തൊരു നോക്ക് കൂടെ ഇടുന്നു. ഏബൽ അടുത്ത 4 നോക്ക് ഇടുന്നു. ഏബൽ 2 പ്ലേയേഴ്സ് കൂടെ മാത്രം ബാക്കി. സ്റ്റാലിനെ ഇവിടെ കണ്ടു. സ്റ്റാലിൻ ഒരു ഹോട്ട് പിസ്റ്റ അടിച്ചാൻ പറ്റുമോ നോക്കാം. ഹോട്ട് പിസ്റ്റ സ്റ്റാലിൻ നോക്കാക്കുന്നു. റഷ്യൻ DNL മാത്രം ബാക്കി. ഓ അടുത്തൊരു ടീം പുഷ് ചെയ്ത് വരുന്നു. ഓജി പുഷ് ചെയ്ത് വരുന്നു. റഷ്യൻ DNL മാത്രം ബാക്കി. റഷ്യൻ DNL ഹോട്ട് പിസ്റ്റ അവിടെ ഇല്ല സ്റ്റീൽ ചെയ്യുന്നു തോന്നുന്നു. റഷ്യൻ DNL ആണ്. ഓജി അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വന്നിരിക്കുന്നു. ഓജിയുടെ പാഞ്ചാലി W ഇതിന്റെ തൊട്ട് മുകളിലുണ്ട്. അവിടെ മെസ്ബോയ് നോക്കാവുന്നു. മെസ്ബോയെ ഫിനിഷ് ചെയ്യോ ഇല്ലെന്നുള്ള കാര്യം നോക്കാം. മെസ്ബോയ് നോക്കാവുന്നു. CSK പാഞ്ചാലി W അവിടെ മോബി നോക്കാക്കുന്നു. മോബിയുടെ അടുത്തൊരു പിക്ക്. ഇവിടെ റഷ്യൻ DNLനെ അടിച്ചുറക്കാൻ പറ്റുമോ? റഷ്യൻ DNLനെ നോക്കാക്കുന്നു. ബാലൻ കെ നായർ അവിടെ റഷ്യൻ DNLനെ നോക്കാക്കുന്നു. അവിടെ റിവൈവൽ മെസ്ബോയെ റിവൈവ് ചെയ്യുന്നു. എന്റെ അമ്മോ അവിടെ ഇവിടെ എല്ലാ ഫൈറ്റ്. TVA വേഴ്സസ് OG വേഴ്സസ് VH. ആൻഡ് ഹിയർ വി ഗോ. കറന്റ്ലി നോക്കുകയാണെങ്കിൽ TVX CSK 12 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. OGയുടെ 2 പ്ലേയേഴ്സിന് ഇവിടെ നല്ല ടാഗ് ഇടുന്നുണ്ട്. ആൻഡ് അലക്സിന് നല്ല ടാഗ് കൊടുക്കുന്നു. OGയിലെ പ്ലേയേഴ്സ് അവിടെ ഓപ്പണിൽ വരുന്നുണ്ട്. ഓക്സി അങ്ങോട്ടേക്ക് വരുന്നു. ബാലൻ കെ നായർ അവർ റഷ്യൻ DNLനെ ഫിനിഷ് ആക്കുന്നു. 2 സൈഡിലും ഒരുമിച്ച് പുഷ് ചെയ്യാനുള്ള പ്ലാൻ. എന്റെ പൊന്നോ 2 പേര് ഒരു നോക്കായി TVയുടെ. ഒരാളുടെ മാത്രം ബാക്കി. ഓജിക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. നകുലൻ W മാത്രം ബാക്കി. TVയുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക് എന്ന് പറയണം. ലാസ്റ്റ് പ്ലെയർ നകുലനെ വൈപ്പ് ഓഫ് ആക്കി. OGയെയും വൈപ്പ് ഓഫ് ആക്കിയിരിക്കുന്നു. റഷ്യൻ സ്പീഡോ മാത്രം VHന് ബാക്കി. 14 കില്ലോട് കൂടി TVX CSK 14 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. എന്റെ പൊന്നോ വിഷയം കളി. എന്തായാലും ആ ഒരു പോയിന്റ് ടേബിളിൽ കയറണമെങ്കിൽ എന്തായാലും അടിച്ച് കളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട്
ഡു ഓർ ഡൈ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടെ തന്നെ ടിവിയെ അടിച്ച് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കയറുന്നു. ഈ ഒരു ലീഡർ ബോളിൽ ഫൈനൽസിൽ ഒരു ലിസ്റ്റിൽ ഒരു പേര് വേണം എന്ന് തന്നെയാണ് ടിവിയുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ടിവിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ടിവിക്ക് അവിടെ നടക്കുകയോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇനിയും കുറച്ച് ഫൈറ്റുകൾ ബാക്കിയിരിക്കുന്നുണ്ട് ടിവിക്ക്. സോ അതും നല്ലപോലെ എടുത്താൽ മാത്രമായിരിക്കും ഇറ്റാലിയ വേഴ്സസ് R7 നടക്കാനുള്ള ചാൻസ്. R7 വേഴ്സസ് ടോപ്പ് 2 ടീമുകൾ തമ്മിലുള്ള ബാറ്റിൽ R7 വേഴ്സസ് ഇറ്റാലിയ. R7 വേഴ്സസ് ഇറ്റാലിയ ഒരു ഫൈറ്റ് ഇവിടെ കമ്മിറ്റ് ആവാനുള്ള ഏതാനും നിമിഷത്തിനുള്ളിൽ കമ്മിറ്റ് ആവുന്നതായിരിക്കും. R7 വേഴ്സസ് ഇറ്റാലിയ. ഫൈറ്റ് സ്റ്റാർട്ട് ആവാൻ ഏതാനും നിമിഷങ്ങൾ ഇറ്റാലി എന്തായാലും ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാനാണ് താല്പര്യം. R7 ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റാലി ടാഗ് കയറുന്നുണ്ട്. R7 ഇവിടെ ഒരു പിക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇറ്റാലിയ വേഴ്സസ് R7 ആണ് നടക്കുന്നത്. ടോപ്പ് ടീം ലീഡർ പോലെ ടോപ്പ് ആയിട്ടുള്ള ടീമാണ്, 2 ടീമാണ് നിൽക്കുന്നത് ഫൈറ്റ് എടുക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റ് ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും. സോ ലെറ്റ്സ് സീ. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് ഓപ്പൺ ആയിട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് എടുക്കാതെ തന്നെ R7 പിറകിലോട്ടൊന്ന് ബാക്ക് ഓഫ് ആവുന്നുണ്ട്. സോ ഇറ്റാലിയ വേഴ്സസ് R7 എന്തായാലും നടക്കൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം ഇറ്റാലിയ ഈ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം നോക്കാം. ഇറ്റാലിയ വേഴ്സസ് R7. സോ അവരവിടുന്ന് ആ ഫൈറ്റ് എടുത്തില്ല. CM കറന്റ്ലി CMനെ വൈപ്പ് ഓഫ് ആക്കാതെ എന്തായാലും ഒരു ടീമിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. CM ഈ ഒരു കളി ഓൾറെഡി 8 കില്ല് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് CM. അതുകൊണ്ട് അവർക്ക് CMന്റെ പോയിന്റ് അവർക്ക് ഓൾറെഡി 8 കിൽ പോയിന്റ് വന്നിട്ടുണ്ട്. ഒരു പൊസിഷൻ നല്ലൊരു പൊസിഷന് വേണ്ടി CM ട്രൈ ചെയ്യത്തുള്ളൂ. ഓൾറെഡി ഇറ്റാലിയ R7 ക്വാളിഫൈഡ് ആണ്. ഒരു സ്ലോട്ടിലേക്കുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് നോക്കുവാണെങ്കിൽ CM ഇപ്പോ R7 ഇറ്റാലിയന്റെ മേളിലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. അതെ. സോ കാരണം 40, 43, 45 എന്നുള്ള ഒരു പോയിന്റ് ടേബിളാണ് നിൽക്കുന്നത് ഇപ്പൊ. എന്തായാലും CM 8 കിലോടെ 8 പോയിന്റോടെ മുന്നിൽ നിൽക്കാനാണ് ചാൻസ് കൂടുതൽ ഇപ്പൊ. സോ ഇനി ഇറ്റാലിയയും R7 എന്ത് ആക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ചാറ്റിൽ അനാവശ്യമായി ടീമപ്പുകളൊന്നും വേണ്ട, ഒന്നും പറയണ്ട. എന്തെങ്കിലും സസ് ഉണ്ടെങ്കിൽ അവര് POV ചെക്ക് ചെയ്ത് ഇതാക്കിക്കോളും. നമ്മളായിട്ട് വേറെ ഒന്നും പറയാൻ നിൽക്കേണ്ട. ദയവ് ചെയ്ത് എല്ലാത്തിനും മോണിറ്റർ ചെയ്യാൻ ഇവിടെ അഡ്മിൻസ് ഉണ്ട്. സോ ചില്ലാവ്. ഇനിയും 48 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. VHല് റഷ്യൻ സ്പീഡോ മാത്രമേ ഉള്ളൂ. VHന്റെ പോസിബിലിറ്റി കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. VH പ്യുവർലി ദേ വിൽ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്. VHന് ഇനിയൊരു ചാൻസ് ഇല്ല. റഷ്യൻ സ്പീഡോ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. താങ്ക് യു സോ മച്ച് വാൽഹല്ല ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു സോ മച്ച്. അവരൊരു നല്ലൊരു ട്രൈ തന്നെ ഈ ഒരു ലോബിയിൽ നല്ലൊരു ട്രൈ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വെൽ പ്ലേഡ്. സോ ഇനി നോക്കുവാണെങ്കിൽ R7 ഇറ്റാലിയയും രണ്ട് ഏരിയയിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഈ ഒരു തൊട്ടടുത്ത് തന്നെ ടിവിയും ഇവിടെ കിടന്ന് കറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ ടിവിയെ ഫുള്ളായിട്ട് ഒന്ന് നോക്കുവാണ്. എവിടെയെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് എടുക്കാതെ. പക്ഷേ ഇറ്റാലിയന്റെ R7 ഇടയിലാണ് ഒരു ഫൈറ്റ് നടക്കുന്നെങ്കിൽ അവിടെ എന്തായാലും ഒരു തേർഡ് പാർട്ടി നടക്കാൻ എന്തായാലും സാധ്യത കൂടുതലാണ്. സോ ആ ഒരു ഏരിയയിൽ ഫൈറ്റ് വരാത്തായിരിക്കും ഏറ്റവും ബെറ്റർ. സോ നോക്കുവാണെങ്കിൽ ഇനി 7 ടീം ബാക്കി, 48 പ്ലേയേഴ്സ് ആണ് ലൈവ് ആയിട്ടുള്ളത്. മാപ്പ് കാണിക്കുകയാണെങ്കിൽ കറന്റ് ടിവിയുടെ അടുത്ത് തന്നെ വേറെ ഒരു പ്ലേയേഴ്സും ഇല്ല. അവരുടെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലേയേഴ്സ് എല്ലാം ഉള്ളത്. ആൻഡ് ഇവിടെ 2 പ്ലേയേഴ്സ് കാറ്റാടിയുടെ ഉണ്ട്. അതുപോലെ തന്നെ അൺനോൺ ഈ ഒരു സൈഡിലാണ് കളിക്കുന്നത്. അതുപോലെ ചോട്ടാ മുംബൈ ഈ ഒരു സൈഡിലാണ് കളിക്കുന്നത്. പിന്നുള്ള ബാക്കി 2 ടീം എന്ന് പറയുന്നത് R7 ഇറ്റാലിയയുമാണ്. അവർ 2 പേരും മാത്രമാണ് കറന്റ് അടുത്തുള്ളത്. വേറൊരു ടീം തന്നെ അടുത്തില്ല. ഈ ഒരു സോൺ ഇപ്പോൾ ടച്ച് ആവുമ്പോൾ അടുത്ത സോൺ എങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു സോൺ ഇപ്പോൾ ടച്ച് ആവും. നമുക്ക് നോക്കാം ഈ ഒരു സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുമെന്ന്, ആർക്ക് ഫേവറബിൾ ആയിട്ടാണ് ഈ സോൺ പോകുന്നതെന്ന്. ആൻഡ് ഹിയർ വി ഗോ. നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ സെന്റർ ഓഫ് ദ സോണിലുണ്ട്. ഇറ്റാലിയുടെ അടുത്ത് തന്നെയാണ് സോൺ വന്നിരിക്കുന്നത്. R7 തൊട്ട് സൈഡിലുണ്ട്. ടിവിക്ക് പോയി ഫൈറ്റ് എടുത്തേ മതിയാവുള്ളൂ. അവർക്ക് കുറച്ച് കിൽസ് സെക്യൂർ ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള യാതൊരുവിധ ചാൻസസും ഇല്ല. നമുക്ക് നോക്കാം. R7 ജീൻ സക്കായി മരമായി നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും മേളിൽ കല്ലായി നിൽക്കുന്നു. സോ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയയും R7 ഒരു ഫൈറ്റും തന്നെ എടുക്കാൻ നിൽക്കുന്നുണ്ട്.
സോ ഇറ്റാലിയ ആൻഡ് RZ7 ഒരു ഫൈനൽ പോയിന്റുകൾക്ക് വേണ്ടി മാത്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഒരു അവർ ഓൾറെഡി ഒരു സേഫ് പൊസിഷനിലാണ് ഇറ്റാലിയയും അതുപോലെ തന്നെ RZ7ഉം. അവർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താകും എന്ന്. ഇവിടെ TVയെ ഫണ്ട് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റാലിയ നോക്കിയാൽ സെന്റർ ഓഫ് ദ സോൺ വിട്ടിട്ട് അവർ ഫൈറ്റ് എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകുന്നു. നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോണി കയറുന്നവരെ അടിക്കാനാണെന്ന് തോന്നുന്നു. ഇറ്റാലിയ പോകുന്നത് UK അടിക്കാനാണ്. ഇറ്റാലിയ UK അടിക്കാൻ പോകുന്നു. UK എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. UK എല്ലാവരും ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അടുത്തോട്ട് വരുന്നുണ്ട്. ഇറ്റാലിയ അടുത്തോട്ട് വരുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ഫൈറ്റ് എടുക്കാൻ പോകുന്നതാണ്. നോക്കുകയാണെങ്കിൽ ഫൈറ്റ് പോയിട്ടുണ്ട്. ഊൾഫിക്ക് നല്ല പോലെ ടാഗ് കിട്ടുന്നുണ്ട്. ഇറ്റാലിയന്റെ സൈഡിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും ഊൾഫി നല്ല പോലെ ടാഗ് കിട്ടുന്നുണ്ട്. ഹെൽത്ത് പോയിട്ടുണ്ട്. ഊൾഫി ഡൗൺ ആണ് എന്തായാലും കാണുന്നുണ്ട്. ഇത് ഇറ്റാലിയൻ ഡെത്ത് ആണ് ഊൾഫിനെ എടുത്തിട്ടുള്ളത്. സോ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് തന്നെ RZ7 അവർ തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി ആ ഒരു പക്കത്ത് നല്ലൊരു ടൈമിങ്ങിനാണ് വരുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ഡെത്ത് ആ ഒരു പിക്ക് എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ പുഷ് ചെയ്ത് അടിക്കാൻ തന്നെയാണ് പോകുന്നത്. ഇറ്റാലിയൻ ആ ഒരു ലീഡർ ബോർഡിൽ പോയിന്റ് എന്തായാലും വേണം. സോ എന്തായാലും അവർ പുഷ് ചെയ്ത് അടിക്കാൻ നോക്കുകയാണെങ്കിൽ യുകെക്ക് ഇറ്റാലിയനെ അവരെ തകർക്കാൻ പറ്റുമോയെന്ന് കണ്ടറിയാം. UK ട്രൈയിങ് ഹിസ് ബെസ്റ്റ്, ഇറ്റാലിയൻ ട്രൈയിങ് ഹിസ് ബെസ്റ്റ്. ഇറ്റാലിയൻ കുറച്ചൊക്കെ ഒന്ന് ബാക്ക് ഓഫ് ആവുന്നോന്ന് അറിയത്തില്ല. എന്തായാലും RZ7 ആ ഒരു ഏരിയയിൽ നമ്മൾ വരുന്ന കണ്ടിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് ആവുമെന്നോ. ഇറ്റാലിയ ബാക്ക് ഓഫ് ആയിട്ടുണ്ട്. തൊട്ട് പുറകിൽ CSK വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇറ്റാലിയ ബാക്ക് ഓഫ് ആയിട്ടുണ്ട് കറന്റ്ലി. എന്തായാലും നോക്കാം നമുക്ക്. ഇറ്റാലിയ വേഴ്സസ് UK വേഴ്സസ് CSK ഇറ്റാലിയുടെ അടുത്തോട്ട് വരുന്നു. CSK ഇറ്റാലിയുടെ അടുത്തോട്ട് വന്നു. ആ ഒരു കോൾ അവർക്ക് കിട്ടി. CSK ഓപ്പണിലാണ്. ഇത് നല്ല രീതിയിൽ ഈ ഒരു അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ഓപ്പണിലാണ് TVA പ്ലേയേഴ്സ് ഉള്ളത്. നോക്കുക ഇറ്റാലിയ വേഴ്സസ് CSKയുടെ റൊട്ടേഷൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇറ്റാലിയ അവിടെ. ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ഏരിയ പൊസിഷൻ ചേഞ്ച് ചെയ്ത് പോവാണ്. സോ CSK എന്തായാലും പോയിന്റ്സ് ആവശ്യമുണ്ട്. അവരെന്തായാലും പുഷ് ചെയ്ത് വരികയാണ്. ഇറ്റാലിയനെ എടുക്കാൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയനെ വൈപ്പാക്കിയാൽ കുറച്ചുകൂടി പോയിന്റ് എടുത്താൽ ചിലപ്പോൾ TVക്ക് ആ ഒരു ഫൈനലിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റാലിയനെ പിറകെ പോയി അടിച്ചെടുക്കാന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇറ്റാലിയ വേഴ്സസ് CSK നടക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം. സോ ഓരോ സ്പോട്ട് ഇറ്റാലിയ പിടിച്ചേക്കുന്നുണ്ട്. ഇറ്റാലിയ വരുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പണിലാണ് TVA. അതൊരു ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. TVക്ക് മെസ്ബോയ്ക്ക് നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. മെസ്ബോയ് ബാലൻ ഒറ്റയ്ക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തും സംഭവിക്കുക ഇവിടെ. റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് TVA ഇവിടെ എത്തിയിട്ടുണ്ട്. TVA വേഴ്സസ് ഇറ്റാലിയ നടക്കുമോ നോക്കാം. വീണ്ടും ഇറ്റാലിയ ബാക്ക് ഓഫ് ആവുന്നു. ഇറ്റാലിയ ഫൈറ്റ് എടുക്കുന്നില്ല. വീണ്ടും ബാക്ക് ഓഫ് ആവുന്നു ഇറ്റാലിയ. ഇറ്റാലിയക്ക് മനസ്സിലായി തോന്നുന്നത് TV ആണ് ആ ഒരു ഏരിയയിൽ എന്തായാലും ഫൈറ്റ് പൊട്ടി അവർക്ക് വൈപ്പാവേണ്ടി വന്ന ഇറ്റാലിയ വെളി പോകുന്ന ഇറ്റാലിയക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റിക്കൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ മാറ്റിക്കൊണ്ട് ഇറ്റാലിയ പോയിക്കൊണ്ടിരിക്കുകയാണ്. CSK പക്ഷെ നോക്കുവാണെങ്കിൽ പിറകെ ഒന്ന് അടിക്കാൻ തന്നെ നോക്കുന്നത് TV ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. അത് ആ ഒരു കോൺഫിഡൻസോടെ തന്നെ കളിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റാലിയ തിരിച്ച് മലയിലേക്ക് തന്നെ കയറി വരുന്നു. നമുക്ക് നോക്കാം. ഇറ്റാലിയ കറക്റ്റ് സമയത്ത് ഫൈറ്റ് അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റാലിയ. TVA റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇറ്റാലിയ ബാക്ക് ടു അവരുടെ ആദ്യം നിന്ന പൊസിഷനിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നു. അവർ UK ആയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനാണോ അല്ല സോണിൻ പോകാനുള്ള പ്ലാനാണോ? സോണിനാണ് കറന്റ്ലി അവരുള്ളത്. ആൻഡ് മാപ്പ് നോക്കുവാണെങ്കിൽ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. കറന്റ്ലി അൺനോൺ ഇവിടെയാണുള്ളത്. CM വളരെ സേഫ് ആയിട്ട് കളിക്കുന്നു. പൊസിഷന് വേണ്ടി മാത്രം കളിക്കുന്നു CM ഇവിടെ. ആൻഡ് RZ7 നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ബാക്ക് വലിഞ്ഞ് അവര് സെന്റർ ഓഫ് ദ ഇതിലേക്ക് പോകാൻ നോക്കുന്നു. CM എനിക്ക് തോന്നുകയാണെങ്കിൽ കറക്റ്റിന് അവർ പോയിന്റ് എണ്ണി തന്നെ കളിക്കുവാണെന്നാണ് തോന്നുന്നത്. സോ ഓൾറെഡി ടേബിൾ ടോപ്പ് എന്നുള്ള രീതിയിൽ CM എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കുറച്ചൊന്ന് പാസീവായിട്ട് തന്നെ കളിക്കുന്നത്. സോ കറന്റ്ലി നോക്കുകയാണെങ്കിൽ TVX CSK 18 കില്ലോട് കൂടി മുമ്പിൽ നിൽക്കുന്നു. ചോട്ടാ മുംബൈ 8 കില്ല്, അതുപോലെ കാറ്റാടി നോക്കുകയാണെങ്കിൽ 2 കില്ല്, OG 1 കില്ല്, ഇറ്റാലിയ 1 കില്ല്, VH 1 കില്ല്, RZ7 0 കില്ല് ആണ് കറന്റ്ലി ഈ ഒരു മാച്ചിലുള്ളത്. ആൻഡ് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോൺ വന്നിരിക്കുന്നത് RZ7ന്റെയും അതേപോലെ തന്നെ TVയുടെയും അടുത്തേക്കാണ്. RZ7ഉം TVയും മാത്രമാണ് കറന്റ്ലി സോണിനകത്തുള്ളത്. നമുക്ക് നോക്കാം ബാക്കി എല്ലാ ടീമുകളും എന്താണ് ചെയ്യുന്നതെന്ന്. ഓക്കേ
RC7 ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഹൈറ്റ് അഡ്വാൻറ്റേജിലോട്ട് നിൽക്കുന്ന RC7. സോ ഇറ്റാലിയ അവിടെ സോണിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം ഇറ്റാലിയയുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇറ്റാലിയയുടെ പുറകിൽ വേറെ ആരുമില്ല. ഈ സൈഡിൽ തൊട്ട് ലെഫ്റ്റില് ഇതാ ഇവിടെ UK വരുന്നുണ്ട് ഇറ്റാലിയയുടെ പുറകിൽ. സോ പോയിന്റ് ടേബിൾ വെച്ചിട്ട് ഇറ്റാലി ആണെങ്കിലും RC7 ആണെങ്കിലും TV ആണെങ്കിലും ഒരുവിധം അടുത്തടുത്താണ് നിൽക്കുന്നത്. സോ ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെയാണ് RC7 ഇറ്റാലിയനും TVക്കും. സോ നമുക്ക് കണ്ടറിയാം എന്താകുമെന്ന്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ CM പുറത്തു നിന്ന് വരുന്നുണ്ട്. CMനെ ഗേറ്റ് കീപ്പ് ചെയ്യാൻ TVക്ക് പറ്റിയാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. CMനെ ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള ശ്രമമുണ്ടോ TVക്ക്? ഇല്ല, TVക്ക് അങ്ങനെ ഒരു ഇതില്ല. അവർ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. യുകെയും CMനെയും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. തൊട്ട് മുകളിൽ RZ7 ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. RZ7 ബാക്ക് വലിഞ്ഞു അവരുടെ റൈറ്റ് ആംഗിളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റാലിയ ഓൺ ദ സെയിം സ്പോട്ട് മോള് വരുന്നു. ഇറ്റാലിയ വരുന്നിടത്തുനിന്ന് RZ7 മാറി കളിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല സെൻസിബിൾ ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കളിക്കുന്നു. അവർ തമ്മിൽ ഫൈറ്റ് എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ്. VHലെ റഷ്യൻ സ്പീഡോ മാത്രം. എല്ലാവരും ആ ഒരു പോയിന്റ് ടേബിൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കളിക്കുന്നു തോന്നുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. റഷ്യൻ സ്പീഡോ സോണിൽ കയറിയിട്ടുണ്ട്. സോ റഷ്യൻ സ്പീഡോ ഇവിടെ നോക്കുവാണെങ്കിൽ സോണിൽ കയറി ഒറ്റയ്ക്ക്. റഷ്യൻ സ്പീഡോ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം CMൽ ഇത്രയും പ്ലേയേഴ്സ് എലയുവാണ്. എന്തായാലും ഒരു ഫൈനൽ ചാൻസ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ CSK അത്രയും കില്ലെടുത്തോണ്ട് എന്തായാലും ചാൻസ് ഉണ്ടെങ്കിൽ കുറവാണ്. സോ റഷ്യൻ സ്പീഡോ സർവൈവ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവും സംഭവിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. CSK UK സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. CSK ആണോ? CSK വേഴ്സസ് UK നടക്കാനുള്ള ചാൻസ് ഉണ്ടാവും. കണ്ടു. CSK വേഴ്സസ് UK. CSKയുടെ 2 പ്ലേയേഴ്സ് ഓപ്പണിലായി പോയി. അവർക്ക് രണ്ടുപേർക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. മോബിയും ഏബലും അവർക്ക് ടാഗ് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. UK വേഴ്സസ് CSK. ഓ UK വേഴ്സസ് CSK. മാസ്റ്റർ നൂബ് അവിടെ നോക്കിട്ടോ. ആഷ് അവിടെ നോക്കിടുന്നു. ഒരു തേർഡ് പാർട്ടി വരാനുള്ള എല്ലാ ചാൻസസും അവിടെ ഉണ്ട്. UKയുടെ ഒരു പ്ലെയർ നോക്കാക്കി. ആൻഡ് മോബി അടുത്തൊരു നോക്കിടുന്നു. മോബി അടുത്തൊരു നോക്കിട്ടു. മോബിയുടെ ഫ്രണ്ടിൽ 2 പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ ഒരു നോക്കിടാൻ പറ്റൂല്ലോ എന്നുള്ളൊരു കാര്യം നോക്കാം. മോബി അടുത്തൊരു നോക്കിടുന്നു. ഫിനിഷ് ചെയ്ത് കളയുന്നു. ആൻഡ് അവിടെ പ്ലേയേഴ്സ് എത്തിയിരിക്കുന്നു. മോബി അടുത്തൊരു നോക്കിടുന്നു. ഏബൽ അടുത്തൊരു നോക്കിടുന്നു. UKക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. പക്ഷെ തൊട്ട് പുറകിൽ RZ7 വരാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇറ്റാലിയ പുഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇറ്റാലിയ എത്തിയിരിക്കുന്നു. ഇറ്റാലിയ പുഷ് ചെയ്ത് വന്നു. UK വേഴ്സസ് CSK എടുത്തോട്ട് മോബി ഇറ്റാലിയ പുഷ് ചെയ്ത് അടുത്തൊരു നോക്ക് കൂടി ഇടുന്നു. ഏബൽ ഒരു നോക്ക് ഇടുന്നു. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. TVക്ക് 2 പ്ലേയേഴ്സ് മാത്രം, UKക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അടുത്തൊരു നോക്ക് കൂടി ഏബൽ ഇടുന്നു. ലാസ്റ്റ് അവസാനത്തെ ഒരു പ്ലെയർ മാത്രം ബാക്കി. നല്ല രീതിയിൽ മെസ്ബോയ് അവിടെ ഇറ്റാലിയെ നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആ പുഷ് കംപ്ലീറ്റ്ലി മെസ്ബോയ് അവിടെ കട്ട് ഓഫ് ചെയ്യുന്നു. UKക്ക് അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. UKക്ക് ഒരു പ്ലെയർ കൂടി മാത്രം ബാക്കി. ഒരു 1v1 ഏബൽ അടിക്കോ. ഏബലിനെ അവിടെ നോക്കാക്കി. ഫിനിഷ് ആക്കാൻ പോവോ? ഫിനിഷ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏബലിനെ ഫിനിഷ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ലുട്ടൂസ് ഇല്ല, ഏബലിനെ ഫിനിഷ് ആക്കിയില്ല. മെസ്ബോയ് ആ കില്ല് സെക്യൂർ ചെയ്യുന്നു. അവിടെ UK അടിച്ച് വൈപ്പാക്കുന്നു തോന്നുന്നു. UK വൈപ്പായോ? UK വൈപ്പായിട്ടുണ്ട്. CM ആണ് അടുത്തൊരു ടീം ഇവിടെ റൈറ്റിൽ നിന്ന് വരുന്നത്. നമുക്ക് നോക്കാം. 25 കില്ലോട് കൂടി TVX CSK 25 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. 25 ഫ്രാഗ്സ് TVX CSK. ഇറ്റാലിയ വേഴ്സസ് CSK നടക്കുമോ? ഇതെന്തായാലും ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആണ്. 2 ടീമിനും. ഈ ഒരു ടീമിൽ ആര് മുന്നോട്ട് പോകുന്നു? 2 സൈഡിലും ആൾക്കാർ വരുന്നുണ്ട്. TVക്ക് 2 സൈഡിലും ഇറ്റാലിയൻ വരുന്നു, CM വരുന്നു തൊട്ട് പുറകിൽ നിന്ന്. അത് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആവാനുള്ള ചാൻസ് TVക്ക് ഉണ്ട്. TVA വേഴ്സസ് CM വേഴ്സസ് ഇറ്റാലിയ. RZ7 കറക്റ്റ് സമയം തേർഡ് പാർട്ടിക്ക് അവർക്ക് ഈസി ആയിട്ട് ഒരു തേർഡ് പാർട്ടി അടിക്കാവുന്നതേ ഉള്ളൂ. കാരണം വളരെ സേഫ് പൊസിഷനിലാണ് RZ7 ഉള്ളത്. നമുക്ക് നോക്കാം. RZ7 നോക്കുവാണെങ്കിൽ അവരവരുടെ ലെഫ്റ്റ് ആംഗിൾ കറങ്ങി ഇറ്റാലിയുടെ മുകളിൽ വരാനുള്ള ചാൻസ്. ഇറ്റാലിയ വേഴ്സസ് RZ7 നടക്കുമോ അതോ TVA വേഴ്സസ് CSK നടക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇത് മോസ്റ്റ്ലി ഇറ്റാലിയ. TVA വേഴ്സസ് CM നടക്കാനുള്ള ചാൻസ്. CMനെ അടിക്കാനാണ് TVയുടെ ശ്രമം. സെക്കൻഡ് നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവിടെ. TVA വേഴ്സസ് CM. മെസ്ബോയ് അവിടെ നോക്കെടുക്കുന്നു. മെസ്ബോയ് അവിടെ നോക്കെടുത്തു. പക്ഷേ സെക്കൻഡ് അവിടെ വീണു.
ആൻഡ് മെസ്ബോയ് അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. സെക്കൻഡ് അവിടെ നോക്കായി, സെക്കൻഡും നോക്കായി, മെസ്ബോയും നോക്കായി. ടിവിക്ക് ഒരു ശോകം സിറ്റുവേഷൻ എന്ന് പറയണം. ഇല്ല, ആഷിം നോക്കാവുന്നു. ടിവിയുടെ ആഷിം നോക്കാവുന്നു, ആഷിനെ ഫിനിഷ് ആക്കുന്നു. ബാലനെ നോക്കാക്കുന്നു, ബാലൻ ഫിനിഷ് ആവുന്നു. ഏബലിനെ നോക്കാക്കുന്നു, ഏബൽ ഫിനിഷ് ആവുന്നു. സ്റ്റാലിൻ ഇല്ല, ടിവിയുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി കളി കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആൻഡ് മെസ്ബോയ് അവിടെ അടുത്തൊരു CSK സ്റ്റാലിൻ ആൻഡ് മോബി. ഒരു 2v2 ആണോ? 2v2 ആണോ? അല്ല, 3v2 ആണ്. 3v2 4v2 സിറ്റുവേഷൻ. സ്റ്റാലിനും കൂടെ അവിടെ നോക്കാവുന്നു. മോബി മാത്രം ബാക്കി. അവിടെ മോബി മാത്രമേ ഉള്ളൂ ടിവിക്ക് വേണ്ടിയിട്ട്. 6-7 പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ടിവിയെ വൈപ്പിംഗ് ഓഫ് CSK അവിടെ വൈപ്പാക്കുന്നു. 25 കില്ലോട് കൂടി ടിവിയെ ഈ ഒരു ലോബിയിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നു. ആൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ആൻഡ് RC7 ഇറ്റാലിയ ആടി. RC7X ഇറ്റാലിയ നമുക്ക് നോക്കാം. RC7X ഇറ്റാലിയ ആരായിരിക്കും ഈ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. RC7X ഇറ്റാലിയ ദ ഫൈനൽ. ഫൈറ്റ് നടക്കുന്ന RC7 വേഴ്സസ് VH റഷ്യ ഓഫ് സ്പീഡോസ്. KTDയിൽ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് നോക്കുവാണെങ്കിൽ അടുത്തൊരു ഫൈറ്റ് ഇറ്റാലിയൻ വേഴ്സസ് RC7 ആണ്. ഇറ്റാലിയ 2-2 സഹൂർ RC ലോഡ് എടുക്കുന്നുണ്ട്. ദാഫീനെ തന്നെ ആദ്യം എടുത്തുകൊണ്ട് ഇറ്റാലിയ ഈസി അടുത്തൊരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഡിസ്റ്റൻ ഡൗൺ ആണ്. CM പറയുന്നുണ്ട്. CM അടുത്ത് വരുന്നുണ്ട്. RC7 എന്തായാലും പാളി അവസാനിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് ഫൈറ്റ് എടുക്കുന്നത്. ഇറ്റാലിയ ത്രാഗ് എടുത്തിരിക്കുന്നുണ്ട്. ഇറ്റാലിയ ഗ്രാൻഡ് ലുക്ക് ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇറ്റാലിയയിലെ പിള്ളേര് നമ്മുടെ RC7ലെയും ICMലെ പിള്ളേർ എടുക്കുന്നുണ്ട്. ത്രാഗ് അടുത്തൊരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. റോബർട്ട് അടുത്തൊരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ പാളിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. CM വേഴ്സസ് RC7 വേഴ്സസ് ഇറ്റാലിയാണ് കണ്ടുപിടിക്കുന്നത്. CMലെ ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഡ്രാഗ് ഡൗൺ ആണ്. അടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സമരജില്ല ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു വിക്കറ്റ് എടുക്കുന്നത്. CMലെ ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. CMലെ അടുത്തൊരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും വിക്കറ്റ് എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. ഇറ്റാലിയയിലെ ഡെൽപിയർ എടുത്തിരിക്കുന്നുണ്ട്. ഡ്രാഗ് എടുത്തിട്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട്. CMനെ വൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഇറ്റാലിയ അവിടെ വൈപ്പ് ചെയ്യുന്നു. RC7ലെ ഭാഷ വിപ്സി സ്റ്റിൽ അലൈവാണ്. നമുക്ക് നോക്കാം. ഒരു പ്ലെയറും അലൈവാണ്. 4 പേരുണ്ട് കേട്ടോ. RC7 4 പേരാണ്. ഇറ്റാലിയയിലെ ഈസി RC7 മാധവൻ ഉണ്ണീനെ പിക്ക് ചെയ്ത് വെക്കുന്നു. സോ നോക്കാം, നമുക്ക് 4 ടീമാണ് ഇനി ബാക്കിയുള്ളത്. റഷ്യൻ സ്പീഡും ഉണ്ട്. 13 പ്ലേയേഴ്സ് ആണ് എലൈവ് ഉള്ളത്. RC7 സ്മോക്ക് ഇട്ട് കയറുന്നു. ആൻഡ് 4 ടീമുകൾ 13 പ്ലേയേഴ്സുമാണ് അലൈവ്. സോ 2, 4, 6, 7 ഇറ്റാലിയയിലെ 7 പ്ലേയേഴ്സും RC7ല് 4 പ്ലേയേഴ്സ് ആണ് ബാക്കി. VHലും KTDയിലും ഒരേ സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോകുന്നു. എനിക്കൊന്ന് ലീഡർ ബോർഡിൽ സത്യം പറഞ്ഞ ഒരു ടൈറ്റ് തന്നെ ആയിരിക്കും. നോക്കുവാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും ക്വാളിഫൈ നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ RC7 ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. 30 സെക്കൻഡിൽ സോണിൻ ആയിക്കൊണ്ടിരിക്കുന്നു. സോ എന്തായാലും ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. RC7 വേഴ്സസ് ഇറ്റാലിയ. എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് പൊട്ടും. സോൺ ഔട്ടിൽ നിന്ന് RC7 കയറിക്കൊണ്ടിരിക്കുന്നു. RC7 അടിച്ചോടിക്കുന്നു. ഇറ്റാലിയ അടിക്കുന്നു. ഇറ്റാലിയ ട്രൈങ് ഹിസ് ബെസ്റ്റ്. നോക്കുവാണെങ്കിൽ RC7 വിപ്സിക്കൊക്കെ നല്ലപോലെ ടാഗ് കയറിയിട്ടുണ്ട്. പപ്പുന് ടാഗ് കയറുന്നുണ്ട്. പപ്പു ഹെൽത്ത് അടിച്ചിട്ടുണ്ട്. സബർ ജില്ല എടുക്കുന്നു. ഭാഷനെ ഇറ്റാലിയ വേഴ്സസ് പപ്പുന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഇറ്റാലിയുടെ സൈഡിൽ നിന്ന് ഇറ്റാലിയുടെ 3 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കാം 3 പ്ലേയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. RC7ന്റെ 3 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇറ്റാലിയ പപ്പു ഇറ്റാലിയയിലെ ഒരു ഡെത്ത് അവിടെ പപ്പുവിനെ നോക്കാക്കുന്നു. വിപ്സി അവിടെ മരത്തിന്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ വിപ്സിയെ സ്പോട്ട് ചെയ്തു. ആൻഡ് ടുങ് ഷാർ വിപ്സിയെ നോക്കാക്കുന്നു. ജിൻസക്കായി നേരെ പോയി കയറിയത് VHലെ റഷ്യൻ സ്പീഡോ എടുത്തോണ്ടാണ്. പക്ഷെ ജിൻസക്കായി അവിടെ റഷ്യൻ സ്പീഡോയെ ശരിയായ ഒരു അടി കൊടുത്തു വിടുന്നു. ജിൻസക്കായിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. 1 HP സർവൈവ് ചെയ്തു. ജിൻസക്കായി 1 HP ആണ്. നമുക്ക് നോക്കാം ഇറ്റാലിയ ഫിനിഷിംഗ് അഗൈൻ വിത്ത് #1 ഓടുകൂടി 18 കില്ലോട് കൂടി 28 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു ഇറ്റാലിയ. 3 ഇറ്റാലിയ അല്ലേ ജയിച്ചത്? അല്ല, ഒരെണ്ണം CM അല്ലേ? ഒരെണ്ണം CM അല്ലേ? RC7. ഓക്കെ.
സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ 18 കില്ലോട് കൂടി ആഷ് 1 ആണ് എത്തിയിരിക്കുന്നത്. 28 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVXCSK 26 കില്ലോട് കൂടി ഹാഷ് 6 ആണ്. 28 പോയിന്റ് മാത്രമേ TVക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചോട്ട മുംബൈ നോക്കിയാൽ ആഷ് 5 ആണ്. 19 കില്ലോട് കൂടി 22 പോയിന്റ്. RSL7 നോക്കുകയാണെങ്കിൽ ഹാഷ് 2 ആണ്. 3 കില്ലോട് കൂടി 9 പോയിന്റ് ആണ് RSL7 എടുത്തേക്കുന്നത്. കാറ്റാടി നോക്കുകയാണെങ്കിൽ ആഷ് 3 ആണ്. 2 കില്ലോട് കൂടി 7 പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. VH നോക്കുകയാണെങ്കിൽ ഹാഷ് 4 ആണ്. 2 കില്ലോട് കൂടി 6 പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് OG നോക്കുകയാണെങ്കിൽ ഹാഷ് 8 ആണ്. 1 കില്ലോട് കൂടി 2 പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അൺനോൺ നോക്കുകയാണെങ്കിൽ 7 ഹാഷ് 7 ആണ്. 0 കില്ലോട് കൂടി 1 പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫൈനൽ മാച്ചിലെ പ്ലെയർ സ്റ്റാറ്റ് ഒന്ന് നോക്കാം. ഗോഗു സോ നോക്കുവാണെങ്കിൽ പ്ലെയർ കിൽസ് നോക്കുവാണെങ്കിൽ CMലെ ഗുച്ചാൻ ജാഡാണ് 7 കിലോടെ നിൽക്കുന്നത്. TVയിലെ ഏപ്പിലെ 7 കില്ല്, TVയിലെ മോബി 6 കില്ല്, CMലെ ഉരുട്ടവ സിച്ചായ 5 കില്ല്, ഇറ്റയിലെ ടും സഹൂർ 4 കില്ല്, TVയിലെ ബാൽക്കെന്നാർ 4 കില്ല്, TVയിലെ ആഷ് 3 കില്ല്, ഇറ്റാലിയയിലെ സബർജല്ലി 3 കില്ല്, TVയിലെ സ്റ്റാലിൻ 2 കില്ല്, ഇറ്റലിയിലെ ഡെൽ പിയറോ 2 കില്ല്, ഇറ്റലിയിലെ ഡെത്ത് 2 കില്ലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം പോയിന്റ് ടേബിളിൽ എപ്പോഴാണ് ഇത് വരുന്നതെന്ന്. സ്കോർ കാർഡ്, ഓൾ സ്റ്റേജസ്, സെമി ഫൈനൽസ്, S2 ആയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ആയിട്ടില്ല. സോ നമുക്ക് എന്തായാലും ഫൈനൽ പോയിന്റ് ടേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫൈനൽ പോയിന്റ് ടേബിൾ, സെമി ഫൈനൽ, S2 ഇല്ല, ഇതുവരെ പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയിട്ടില്ല. സോ നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിച്ചു, നല്ലതുപോലെ തന്നെ കളിച്ചു എല്ലാവരും. നമുക്ക് എന്തായാലും നോക്കാം. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ഒന്ന് ചോദിക്കുമോ? ചോദിക്കാം. സോ എന്തായാലും നമുക്ക് നോക്കാം. പോയിന്റ് ടേബിൾ വരട്ടെ. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വെറും 2 പോയിന്റ് വ്യത്യാസത്തിലാണെന്ന് തോന്നുന്നു തേർഡ് മിസ്സാവുന്നത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയിട്ടില്ല. Let's see. പറയുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെമി ഫൈനൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇത് മാച്ച് 3. അല്ല, ആൾ ഗ്രൂപ്പ് മാറ്റിട്ട് ഓൾ മാച്ചസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ വിത്ത് 73 പോയിന്റ്, ചോട്ട മുംബൈ വിത്ത് 62 പോയിന്റ്, RSL7 വിത്ത് 52 പോയിന്റ് ആൻഡ് CSK വിത്ത് 50 പോയിന്റ്. 2 പോയിന്റിന്, വെറും 2 പോയിന്റിന് TVയെ എലിമിനേറ്റ് ആവുന്നു. TVXCSK അവിടെ എലിമിനേറ്റ് ആവുന്നു 2 പോയിന്റിന് വേണ്ടി മാത്രം. പൊസിഷൻ പോയിന്റ്സ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ TVക്ക് ആഷ് 6 ആയി പോയി. അതാണ് വന്നൊരു പ്രശ്നം. എന്തായാലും ഇറ്റാലിയ, ചോട്ട മുംബൈ, RSL7 കൺഗ്രാറ്റുലേഷൻസ് on qualifying to the finals of Eagle XX and Rampage, the PvP tournament. അപ്പം നമ്മുടെ S1 നോക്കുകയാണെങ്കിൽ KVയുടെ 2 സ്കോഡും TGയും അതുപോലെ തന്നെ ഇറ്റാലിയ, ചോട്ട മുംബൈ, RSL7 ആണ് കറന്റ്ലി നമുക്ക് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ TVXCSK, താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഗൈസ്. ഒരു നല്ല കൈയടി കൊടുക്കാം നമുക്ക് TVക്ക്. അവർ നല്ല രീതിയിൽ ട്രൈ ചെയ്തിരുന്നു ലാസ്റ്റ് ഒരു മാച്ചിന്റെ കാണിച്ച അഗ്രഷൻ. അതുപോലെ തന്നെ VH 33 പോയിന്റോട് കൂടി അവർക്ക് സെമി ഫൈനലിൽ നിന്ന് പുറത്താവേണ്ടി വന്നു. ആൻഡ് ഒരു അനദർ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ VH. ആൻഡ് അടുത്തൊരു ടീം നോക്കുകയാണെങ്കിൽ OG
ഓജി താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്തു. 18 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത് സെമി ഫൈനൽസിൽ. ആൻഡ് ഓജി താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഓജി. ആൻഡ് അടുത്തത് നോക്കുകയാണെങ്കിൽ കാറ്റാടി വിത്ത് 12 പോയിന്റ് ആണ് അവരും. താങ്ക് യു സോ മച്ച് ഈ ഒരു ടൂർണമെന്റിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഇതുപോലെ പെർഫോം ചെയ്ത് സെമി ഫൈനൽ വരെ ക്വാളിഫൈ ചെയ്തതിനും കാറ്റാടി താങ്ക് യു സോ മച്ച്. അതുപോലെ അൺനോൺ ആണ് അടുത്തൊരു ടീം എന്ന് പറയുന്നത്. അവർ 9 പോയിന്റ് മാത്രമേ സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ജസ്റ്റ് അനദർ ബാഡ് ഡേ ഫോർ അൺനോൺ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ അൺനോൺ. ആൻഡ് അനദർ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ അൺനോൺ. താങ്ക് യു സോ മച്ച്. സോ അപ്പം നാളത്തെ മാച്ചസ് എന്ന് പറയുന്നത് സെമി ഫൈനൽ ഡേ 2 ആണ്. തലൈവെട്ട് മതോലോകം, Z30, VNV, CID, കാട്ടാക്കട ബോയ്സ്, എൽ ക്ലാസിക്കോ, റൂത്ത്ലെസ് അഗ്രഷൻ, 4TG, അതുപോലെ തന്നെ മാഫിയ, മാസ്, ഉഷ്ണമൂല, RZ7, വടക്കൻ വീട്ടിൽ, VNVയുടെ അത് വേറൊരു ലൈനപ്പ്, തക്കുടുവ അധോലോകം, നോട്ടിക്സ്, RB7 അടങ്ങുന്ന ഗ്രൂപ്പാണ് നാളത്തെ മാച്ച്. ഇന്നത്തെ സെയിം ടൈമിൽ 9 മണിക്ക് നമ്മൾ നാളെ ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ആവും. 8:50 നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരുടെ. ആ ടോപ്പ് കില്ലും കൂടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സ്കോർ കാർഡ്, ടോപ്പ് കില്ല്, സെമി ഫൈനൽസിലെ ഓക്കെ ഓൾ സ്റ്റേജിലെ ടോപ്പ് കില്ല് കറന്റ് ഇപ്പോൾ ആർക്കാണെന്ന് നമുക്ക് നോക്കാം. കറന്റ് ടോപ്പ് കില്ലായിട്ട് നിൽക്കുന്നത് CSK മെസ് ബോയ് ആണ്. 21 കില്ലോട് കൂടി മെസ് ബോയ്. CSK അലക്സ് ആണ് 20 കില്ലോട് കൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏബല് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് TVയുടെ ഏബലാണ് 20 കില്ലോട് കൂടി. 4ാം സ്ഥാനത്ത് TGA റോബ് ലൂക്കിയാണ് 19 കില്ലായിട്ട്. അതുപോലെ KVയുടെ ക്യൂബനാണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. TGയുടെ സുരേഷ് ആണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ആണ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വില്ലുമോനാണ് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വിംബിയാണ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മോബിയാണ് 16 കില്ലോട് കൂടി 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആൻഡ് ജോസൂട്ടി, വിസ്ഡം, കക്കാശി, അൾട്രോൺ, അങ്ങനെയാണ് ലിസ്റ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നാളത്തെ മാച്ചസ് നോക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാ ഓഡിയൻസിനോടും ഇവിടെ വന്നിരുന്ന് കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലായിടത്തും ഒരുപാട് താങ്ക് യു. ആൻഡ് നാളെ സെയിം ടൈമിൽ മാച്ചസ് തുടങ്ങി നമ്മൾ ഈ സെയിം ടൈമിൽ തീർക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് കറന്റ് നല്ലതെന്ന് തോന്നുന്നു. 1:30 ആകുമ്പോൾ എല്ലാ മാച്ചസും തീരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം ഗോകു നീ ഇട്ടായിരുന്നോ? ഓക്കെ ഗോകു ഇപ്പം ലൈവ് ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഫൈനൽസ് കളിക്കാൻ പോവാണ്. കുറച്ചു നേരം ഫ്രീ ആയിട്ടുള്ളവർ. ഇറ്റാലി വിളിച്ചില്ലല്ലേ? ഇറ്റാലി വിളിച്ചു. ഇന്ന് ഫോർസ് അല്ല കഴിച്ചു. ഇന്ന് നമ്മള് ഫൈനൽസ് ആണ്. അവര് പോയെന്തോ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ഞാൻ ലൈവ് നിർത്തിയിട്ട് വരാം.